Hello everyone. Welcome to our channel Spicy and Pastry. ഇന്ന് ഹോളി കമ്മ്യൂണിയൻ്റെ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം മോൻ്റെ കുർബാന കൈക്കൊള്ളപ്പാടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 2 കിലോയുടെ ബാറ്റർ 7 ഇഞ്ച് മോൾഡിൽ 2 കേക്ക്സ് ആയിട്ടും എടുത്തു. പിന്നെ കപ്പ് കേക്ക്സ് 7 എണ്ണമായിട്ടും ബാറ്റർ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ 2 കേക്ക് 5 ലെയറാക്കി കട്ട് ചെയ്ത് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിയാൻ കളറ് ബോട്ടം പാർട്ടിൽ മാത്രം ഒരു തിക്ക് ലെയറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിലാണ് ഇവിടെ എടുത്തേക്കുന്നത് കളറ്. കേക്ക് എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. ഇനിയും കപ്പ് കേക്ക്സിൻ്റെ ഡിസൈൻ നോക്കാം. അപ്പം 7 കപ്പ് കേക്ക്സാണ് ഇവിടെ എടുത്തേക്കുന്നത്. മുകളിലെല്ലാം വൈറ്റ് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ കപ്പ് കേക്ക്സിൻ്റെ ഉള്ളിലൊക്കെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഡെക്കറേഷൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കളർ വെച്ചിട്ട് ഇതുപോലെ റോസറ്റും സ്റ്റാർസ് പോലെയും ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റും നമ്മളുടെ കളർ കോമ്പിനേഷനിൽ വരുത്തുന്നുണ്ട്. അത് കാരണം ഗ്യാപ്പ് ഇട്ടിട്ട് ഇടയ്ക്ക് ഉള്ള പാർട്ടിൽ വൈറ്റ് ക്രീം വെച്ചും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വലിയ ഗോൾഡൻ ഷുഗർ ബോൾസ് ആ റോസറ്റ് ഫ്ലവറിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് ഗോൾഡൻ ബോൾസ് ഇതുപോലെ ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുപോലെ കപ്പ് കേക്ക് സ്റ്റാൻഡ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ സ്റ്റേജിൽ സെറ്റ് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് വെക്കാൻ പോകുന്നത്. ഇനി കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ ശേഷം ഞാൻ ആ സിയാൻ കളർ കൊടുത്ത് ആ തിക്ക് ക്രീമിൻ്റെ ആ ബോർഡറിൽ കൂടെ സിൽവർ എഡിബിൾ ഗ്ലിറ്റർ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത് ബോർഡർ. ഇനി ഞാൻ ഇതുപോലത്തെ ടോപ്പേഴ്സ് വാങ്ങിച്ചിരുന്നു. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനും ഒരു കുരിശും പിന്നെ ഇതുപോലത്തെ കുറച്ച് ബോൾസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾസ് എഡിബിൾ അല്ല, അത് പെയിൻ്റൊക്കെ കേക്കേലാവാതിരിക്കാൻ വേണ്ടി ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടാണ് കേക്കിൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരെണ്ണം ഇതുപോലെ സ്ട്രിങ് വേറെയും ബോൾ വേറെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനത് കേക്കിൽ വെച്ചില്ല, റിസ്ക് എടുക്കണ്ടെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആ സിയാൻ കളർ വന്ന സ്ഥലത്ത് സിൽവറിന് പകരം ഗോൾഡൻ കൊടുക്കാനായിരുന്നു മനസ്സിൽ. പക്ഷേ എൻ്റെ ഗോൾഡൻ ഗ്ലിറ്റർ അത് എക്സ്പയർ ആയിരുന്നു. അത് കാരണം പിന്നെ സിൽവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇവിടെ അപ്പം പള്ളിയിലെ പരിപാടിയൊക്കെ നടക്കുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മുടെ കേക്കും കപ്പ് കേക്ക്സൊക്കെ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേജിൽ. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.